എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും. നല്ല സ്വഭാവികളായി തീർത്തിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. ആർക്കും ഒരിക്കലും നിങ്ങളെ വിടുവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിന്ന് നിൽക്കുന്നെങ്കിലും, ആരോടും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല അതുപോലൊരു വിഷയത്തിൻ്റെ മുഖത്ത് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കാൻ, പൂർണ്ണമായി സഹായിക്കാൻ യേശു ക്രിസ്തുവിന് കഴിയും. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്, ജീസസ് ഈസ് റിയൽ. ദാനിയേലിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 60 മുഴവുമായിരുന്നു. അവനതിനെ ബാബേൽ സംസ്ഥാനത്തിന് അവിടെ നിർത്തുകയാണ്. നെബൂഖദ്നേസർ രാജാവ് പറയാണ്, ഈ ബിംബത്തെ എല്ലാവരും നമസ്കരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ 4-ാം വാക്യത്തിൽ പറയണം, അപ്പോൾ കോശർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്നെന്താ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യവും നാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. എന്നിട്ട് പറഞ്ഞു, ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴിയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിലിടും. എന്നാൽ 12-ാം വാക്യത്തിൽ പറയണം, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യവിചാരകൾക്ക് മേൽവിചാരകരായി നിയമിച്ച ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ യഹൂദപുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണ ബിംബത്തെയോ നമസ്കരിക്കുകയോ ചെയ്തില്ല. അപ്പം 14-ാം വാക്യത്തിൽ രാജാവ് പറയാണ്, നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചു, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയാണോ? ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ നമസ്കരിക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് നന്ന്, നമസ്കരിക്കാഞ്ഞാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇടിട്ട് കളയും. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന ദേവൻ ആരെന്ന് ചോദിക്കുകയാണ്. എന്താ, ചന്ദ്രക്കും മേശക്കിനും അബേദ്നെഗോവിനും ധൈര്യമായി അവർക്കൊരു മറുപടിയുണ്ട്. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിപ്പാൻ കഴിയുമെങ്കിൽ, കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. തുടർന്ന് സംഭവിച്ചതിനാ ഈ ചൂളയ്ക്ക് ചൂള പതിവായി ചൂട് പിടിച്ച് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ പറയുക. എന്നിട്ട് അവരെ തീച്ചൂളയിലേക്ക് കൊണ്ടിടാൻ പോവുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താ, 22-ാം വാക്യത്തിൽ പറയാം, ചൂള അത്യന്തം ചൂടായിരിക്കുന്നത് കൊണ്ടും ചന്ദ്രക്കിനും മേശക്കിനെയും അബേദ്നെഗോവിനെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നീട് എന്താ സംഭവിക്കുക? 24-ാമത്തെ വാക്യം, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു, വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു.
അതിനവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോടൊത്തിരിക്കുന്നു. യെസ്, അവനെ പൂർണ്ണമായി യേശു വിട്ടിരിക്കുന്നു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോകുന്ന ജീവിത സാഹചര്യം എന്താണ്? നിങ്ങൾ യേശുവിനെ രക്ഷകനും കർത്താവും അംഗീകരിച്ച് ധൈര്യത്തോടെ യേശുവിനെ വിളിക്കാമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ പൂർണ്ണമായി രക്ഷിക്കാൻ, പൂർണ്ണമായി വിടുവിക്കാൻ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിലെ വിഷയങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിരിക്കാം, ആരോടും പറയാൻ പറ്റാത്ത പ്രതികൂലത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പോംവഴിയും ഒരു നീക്കമില്ല. എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് ധൈര്യത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ രോഗിയാണോ? നിങ്ങളുടെ ശരീരത്തെ തൊട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും വഴിയും യേശുവിൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ ഇന്ന് പോകുന്ന ഏത് സാഹചര്യമാണ് ധൈര്യത്തോടെ കർത്താവിൻ്റെ മുമ്പിലൊന്ന് സാഷ്ടാംഗം വേണ്ടി യേശുവെ എന്നൊന്ന് വിളിക്കാവും. ഒരിക്കലും നിങ്ങളുടെ തകർച്ച ആ വിഷയത്തിൻ്റെ മുഖത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. യേശു ക്രിസ്തു ജീവനോടുണ്ട്. യേശുവിന് നിന്നെ ഇന്നും വിടുവിക്കാൻ കഴിയും. മുഴുവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടാണെങ്കിൽ ഇന്ന് ഇരിക്കുന്നിരിപ്പിൽ യേശുവെ എന്നൊന്ന് വിളിക്കുക. ഈ വചനം കേട്ടപ്പോൾ ചന്ദ്രക്ക് മേശഹ് അഭേന്ദ്രോവിനെ തീച്ചൂളെ കൊണ്ട് ഇടാൻ പോയവർ വെന്തപ്പോഴും അവർക്കൊരു കേടും വന്നില്ല. അഗ്നിജ്വാലയ്ക്ക് അവരെ തൊടാൻ കഴിഞ്ഞില്ല. നിങ്ങൾ യേശു വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ പ്രതികൂലം നിങ്ങളെ തകർത്ത് കളയത്തില്ല. ആ രോഗം നിങ്ങളെ തകർത്ത് കളയത്തില്ല. നിങ്ങൾക്കായി ദൈവം അത്ഭുതം ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. അപ്പോൾ തന്നെ അവരുടെ മനം തകർന്ന് ഹൃദയഭാരങ്ങൾ, വിഷയങ്ങൾ, അതിനെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൊരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ.